നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ ദുഃഖവാർത്ത കുടുംബത്തെയും നാട്ടുകാരെയും ഒരുപോലെയാണ് ഞെട്ടിച്ചത്. ബിന്ദു മരിച്ചതിന്റെ വിവരം ബിന്ദുവിന്റെ അമ്മയെ നാട്ടുകാരും വീട്ടുകാരും അറിയിച്ചിരുന്നില്ല. പ്രായമായ ആ അമ്മയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മ സീതാലക്ഷ്മിയുടെ ബിന്ദുവിൻ്റെ കാര്യം പറയുന്നത് തന്നെ. സീതാലക്ഷ്മി വീട്ടിൽ ടി വി കാണുന്ന ആളായതുകൊണ്ട് തന്നെ നാട്ടുകാർ ചേർന്ന് ടി വി ഓഫ് ചെയ്തിരുന്നു. എന്നാൽ സീതാലക്ഷ്മിക്ക് വന്ന ഫോൺ കോളാണ് എല്ലാം മാറ്റിമറിച്ചത്. അവരുടെ ബന്ധുക്കളിൽ നിന്ന് വന്ന ഫോൺ കോളാണ് എല്ലാം മാറ്റിമറിച്ചത്. ബന്ധുക്കളിൽ ആരോ ആണ് സീതാലക്ഷ്മിയെ ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നത്. അത് കേട്ടതും എൻ്റെ മുത്തെ ബിന്ദുമോളെ, എനിക്കറിയാം അവൾക്ക് എന്തോ പറ്റി, അലമുറയിട്ട് കരഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയായിരുന്നു സീതാലക്ഷ്മി. അവരെ പിടിച്ചു നിർത്താൻ ബന്ധുക്കളും നാട്ടുകാരും പാടുപെട്ടു. സീതാലക്ഷ്മിയുടെ അലമുറയിട്ടുള്ള നിലവിളി കേട്ട് നാട്ടുകാരും സമീപത്തുള്ള ബന്ധുക്കളും വീട്ടിലേക്ക് എത്തി. കരഞ്ഞു തളർന്ന് വീഴാൻ തുടങ്ങിയ സീതാലക്ഷ്മിയെ ഏറെ പ്രയാസപ്പെട്ടാണ് ബന്ധുക്കൾ ആശ്വസിപ്പിച്ചത്. കുടുംബപരമായി ലഭിച്ച 5 സെന്റ് സ്ഥലത്ത് പണി പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രുതനും അമ്മ സീതാലക്ഷ്മിയും മക്കളായ നവമിയും നവനീതും താമസിക്കുന്നത്. മേസ്ത്രി പണിക്കാരനായ വിശ്രുതിൻ്റെയും തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുന്ന ബിന്ദുവിൻ്റെയും വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന പണം മിച്ചം വെച്ച് ബിന്ദുവും വിശ്രുതനും മക്കളെ പഠിപ്പിച്ചു. നവമി ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. നവനീത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. ചൊവ്വാഴ്ചയാണ് നവമിയുടെ നട്ടലിൻ്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ബിന്ദുവും വിശ്രുതനും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത്. അന്നു മുതൽ ഇരുവരും നവമിയോടൊപ്പം ആശുപത്രിയിലായിരുന്നു. വീട്ടിലാരും ഇല്ലാത്തതിനാൽ സീതാലക്ഷ്മിയെ തൊട്ടടുത്തുള്ള ബിന്ദുവിൻ്റെ വീട്ടിലാക്കിയാണ് ഇവർ പോയത്. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് മനസ്സ് നിറച്ച വ്യക്തിയായിരുന്നു ബിന്ദുവെന്ന് കടയിലെ സഹപ്രവർത്തകരും നാട്ടുകാരും പറഞ്ഞു. ആ ചിരിയാണ് മാഞ്ഞത്. ആ നഷ്ടം നികത്താനാകില്ല, അവർ പറയുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്ന നവമിയെ വ്യാഴാഴ്ച വൈകിട്ട് വീടിന് സമീപമുള്ള ബിന്ദുവിൻ്റെ വീട്ടിലെത്തിച്ചു. നവമിയെ കാണാൻ ബന്ധുക്കൾ ആരെയും അനുവദിച്ചില്ല. ജീവിതയാത്രയിൽ ഇനി അമ്മ ബിന്ദു ഇല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മകൾ നവമി എത്തി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വ്യാഴാഴ്ച വൈകിട്ടാണ് ആംബുലൻസിൽ നവമിയെ തലയോലപ്പറമ്പ് ഉമ്മാക്കുന്നിൽ എത്തിച്ചത്. തുടർന്ന് വീടിന് സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന കാരണത്താലാണ് ബന്ധുക്കളെ നവമിയെ കാണാൻ അനുവദിക്കാഞ്ഞത്. നവനീതിനെ വീട്ടിലെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. നവനീതിനെ ആശ്വസിപ്പിച്ച് സുഹൃത്തുക്കളും ഒപ്പമിരുന്നു. മന്ത്രി VN വാസവൻ, CK ആശ MLA തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രാത്രി വൈകി വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ബിന്ദുവിൻ്റെ സംസ്കാരം ഇന്ന് രാവിലെ 11 മണിക്കാണ് നടക്കുക. മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച രാത്രി വിട്ടു നൽകിയ മൃതദേഹം മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലായിരുന്നു സൂക്ഷിച്ചത്. ഇവിടെ നിന്നും മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ബിന്ദുവിൻ്റെ ആകസ്മിക വിയോഗം വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി. അമ്മയെ കാണാനില്ലെന്ന മകൾ ആവർത്തിച്ചതിനെ തുടർന്നാണ് JCB ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇന്നലെ ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. മകളുടെ ചികിത്സാർത്ഥമാണ് ബിന്ദു ദിവസങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. 3 ആഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയ്ക്ക് ശേഷമായിരുന്നു മകൾ നവമിയുടെ ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത്. ഇതിനായി കഴിഞ്ഞ ജൂലൈ 1-നാണ് വിശ്രുതനും ബിന്ദുവും മകൾ നവമിയുമായി ആശുപത്രിയിലെത്തിയത്. ട്രോമാ കെയർ വിഭാഗത്തിലായിരുന്നു നവമിയെ പ്രവേശിപ്പിച്ചിരുന്നത്. അപകടമുണ്ടായ സമയത്ത് അവിടെ മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. എന്നാൽ കെട്ടിടം തകരുന്ന ശബ്ദം കേട്ട് പലരും അവിടെ നിന്ന് മാറി. കുളിക്കുന്നതിനിടയിലായിരുന്നു അപകടമെന്നതിനാലാകാം ബിന്ദുവിന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്. കുളിക്കാൻ പോയ അമ്മ തിരികെ എത്തിയില്ല എന്ന് മകൾ പിതാവിനെ അറിയിച്ചു. വിശ്രുതൻ ഇക്കാര്യം പലരോടും പറഞ്ഞെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല. പിന്നീട് സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളോടുൾപ്പെടെ മകളും മറ്റുള്ളവരും ഇക്കാര്യം ആവർത്തിക്കുകയായിരുന്നു.